ആയില്ല. എടാ ഓക്കെ. പറയട്ടെ? പറയണോ? അതൊക്കെ ഉണ്ട് ഗൈസ്. ജീവിതമാകുമ്പോൾ നമ്മൾ പല രീതിയിലും കഷ്ടപ്പെടേണ്ടി വരും. ഓക്കെ. ഓ അങ്ങനെ ഓണാണോ? ഹലോ ഗൈസ്, അപ്പോൾ സൂപ്പർ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജീവിതമാകുമ്പോൾ നമ്മൾ പല രീതിയിലും കഷ്ടപ്പെടേണ്ടി വരും. അതുപോലത്തെ ഒരു ജീവിതമാണ് ഇപ്പോൾ എൻ്റെ ജീവിതം. ഇനി കുറച്ച് നേരത്തേക്ക് ആട് ജീവിതമാണ്. അപ്പോൾ ആടിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ആട്ടും കൂട് കേട്ടോ. ഒരുപാട് ആടുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാടില്ല, എന്നാലും അത്യാവശ്യം ഉണ്ട്. നമ്മളെ അമ്മയും അച്ഛനൊക്കെ ചേച്ചീൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവറ്റകളെ മേയ്ക്കാനായിട്ട് ആരുമില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാത്തിനും പഴിച്ചുവിടാം. ഇതിനൊരു കയറ് വേണം. ഇതാണ് കേട്ടോ മെയിൻ വലിയ ആട്. ഇനി പാല് കുടിക്കേണ്ട ടൈമാണ്. ഇനി ഭയങ്കര ഒച്ചപ്പാടായിരിക്കും. കാലെല്ലാം ചവിട്ടി അങ്ങ് ഓടിക്കും. ഇപ്പോൾ ബോബി വരുന്നില്ലേ? ഇനിയിപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനാദ്യം കെട്ടി വെക്കണം. ഇല്ലെങ്കിൽ ഇവൾ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ ബേക്കിൽ ഓടും. അതവിടെ ഇരിക്കട്ടെ. ബാക്കി ആടിനെ കഴിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങും. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിന്ന് അഴിച്ചു. എല്ലാത്തിനും വിട്ടാലും ചൊറയാണ്. ചപ്പാട് അമ്മേ. ഓക്കെ, അത് അഴിച്ചു. നെക്സ്റ്റ് ആരാ? ഈ വരൂ. ഇതിനെ അഴിച്ചു. ഇനി ഇവളെ അഴിക്കണമെങ്കിൽ കഴുത്തുനിന്ന് കയറഴിക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യൂ. കൊമ്പ് അതിനെയും അഴിച്ചു വിട്ടു. ഒന്ന് മാറിത്തരൂ. മാമനൊന്ന് പോയിക്കോട്ടെ മക്കളെ. എൻ്റെ അമ്മ. അപ്പോൾ നമ്മുടെ മെയിൻ ആടിനെ പിടിച്ചിട്ട് നമ്മൾ വയലിലേക്ക് ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഇതിലേ പോകണം. ഇങ്ങോട്ട് പോവാ. തോട്ടിൽ അണക്കെട്ടിൽ പോവാനാ? എടാ അപ്പോ ഞാൻ കുട എടുത്തിട്ടില്ല. അയ്യോ ഗൈസ്, പോയേനെ ഗൈസ്. ഇങ്ങോട്ടേക്ക് വാ. അപ്പോൾ ഗൈസ്, മൺസൂൺ ആയതുകൊണ്ട് ഒരുപാട് പുല്ലൊക്കെ ഉണ്ട്. പക്ഷേ ഇവറ്റകൾ പുല്ല് അധികം തിന്നാറില്ല. കൂടുതൽ ഈ തൊട്ടാവാടി മുള്ളാണ് കൂടുതൽ തിന്നുക. കുറച്ച് റിസ്ക് തന്നെയാണ് നമ്മുടെ ഈ ആട് മേയ്ക്കൽ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ആട് ജീവിതം എന്നൊക്കെ പറയുന്ന പോലത്തെ. എല്ലാം വന്നിനാ? പോരട്ടെ. നീ ആട്ടുംകൂട്ടം വയറ് നിറയുന്ന വരെ ഇവിടെ കിടന്ന് മെയ്യട്ടെ. അതിന് തള്ളയാടിനെ അയച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മൾ ഈ ലോകം മുഴുവൻ ഓടിക്കും. അതിനെ കെട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ തിന്നാണ്. നമ്മളടുത്ത് മലബാറി ഇനത്തിൽപ്പെട്ട ആടുകളാട്ടോ. മലബാറി നാടൻ ക്രോസിലുള്ള ആടുകളാണ് കൂടുതലുള്ളത്. ഇതൊക്കെ നമ്മൾ അച്ഛൻ്റെ പരിപാടിയാണ്. പശു, ആട്, കോഴി, എല്ലാ മൃഗങ്ങളുണ്ട്. മൃഗങ്ങളും പക്ഷി. അച്ഛനെ പറ്റിയുള്ള വിൽക്കാൻ വിടൂല.